ഹായ് ഫ്രണ്ട്സ്, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അല്ലേ? നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ടപ്പന ചെന്ന് സോപ്പ് പൊടി മേടിക്കാൻ പോയപ്പോൾ 1 കിലോ സോപ്പ് പൊടിക്ക് 52 രൂപ. ഏകദേശം ഒരു 52 രൂപയുടെ സോപ്പ് പൊടിയാണ് മേടിക്കാനായിട്ട്, ഉജാലയുടെ സോപ്പ് പൊടി. അപ്പോൾ പ്രഷറായ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ 250 രൂപ കൊടുത്ത് 5 കിലോ സോപ്പ് പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോപ്പ് പൊടിയുടെ കിറ്റാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഇതിന് പിന്നെ പെട്ടെന്നൊന്ന് മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല രീതിയിൽ റേറ്റ് ആവുന്നുണ്ട്. കാരണം 2 കിലോ വാങ്ങുമ്പോൾ തന്നെ 200 രൂപയായി ഇല്ലേ? 2 കിലോ വാങ്ങുമ്പോൾ ആ സാധനം നമ്മൾ 250 രൂപയ്ക്ക് 5 കിലോ സാധനമാണ് നമ്മൾ വീട്ടിൽ ഇരുന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് വമ്പിച്ച വിജയമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം കൂടിയാണ് നമ്മുടെ ഈ സോപ്പ് പൊടി. കാരണം ഇപ്പം നമ്മൾ 1/2 കിലോ വെച്ചിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ഒരു വീടും കാണത്തില്ല അല്ലേ ഏട്ടാ? എല്ലാ വീട്ടിൽ തന്നെ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് പൊടി എല്ലാവർക്കും അത്യാവശ്യമാണ്, വേണ്ട ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സോപ്പ് പൊടി അല്ലേ? പിന്നെ നമുക്ക് വിൽക്കുകയും ചെയ്യാം കേട്ടോ. അതുകൂടെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് സോപ്പ് പൊടി പ്രിപ്പയർ ചെയ്യാനുള്ള നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ സോഡ ഹാഷാണ്. അത് 1.5 കിലോയുടെ സാധനമാണ്. നമുക്ക് ഇതിലെല്ലാം വെള്ളപ്പൊടിയുള്ള സാധനങ്ങളാണ് എല്ലാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1.5 കിലോയുടെ പാക്കറ്റ് എടുക്കുക. അത് സോഡ ഹാഷാണ്. അതൊന്ന് 1.5 കിലോയുടെ അതൊന്ന്. പിന്നീട് നമുക്ക് വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഉപ്പും ഇതിനകത്ത് ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. സോപ്പ് പൊടിക്കകത്ത് നമ്മൾ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഉപ്പ്. 2 കിലോ 2.5 കിലോ ഓളം ഉപ്പുണ്ട് കേട്ടോ. ഉപ്പാണ് നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ സോപ്പ് പൊടി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ സോപ്പ് പൊടിക്കകത്ത് ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ മറ്റൊന്നാണിത്, സോഡിയം സൾഫേറ്റ്. അത് 1 കിലോ ആണ് സോഡിയം സൾഫേറ്റ്. പിന്നെ ഇത് നമ്മുടെ 1/2 ലിറ്ററിൻ്റെ സ്ലറി. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സോപ്പ് പൊടിക്കകത്ത് ആവശ്യം വേണ്ട സാധനമാണ് നമ്മുടെ സ്ലറി. പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സോപ്പ് പൊടി മേടിക്കുമ്പോൾ കാണില്ലേ പല കളർ ഇങ്ങനെ നടക്കുന്നത്. തന്നെ സോപ്പ് പൊടിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയുള്ളൊരു ഐറ്റമാണ്. നല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിരുന്ന നമ്മുടെ ലോഷൻ്റെ വീഡിയോയ്ക്കകത്തും ഇതുപോലെ തന്നെ ഉണ്ട്, കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഉള്ളതാണ് അത്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൗസ് ഉപയോഗിക്കുക. ഗ്ലൗസ് ഉപയോഗിച്ച് വേണം നമ്മുടെ കയ്യിൽ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. സോഡിയം സോഡയും ഒക്കെയാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൈകളിൽ ഗ്ലൗസ് ധരിക്കുക. ഗ്ലൗസ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമ്മളൊരു ടെക്നിക്ക് കാണിക്കാൻ പോവാണ്. കാരണം എനിക്ക് ഗ്ലൗസ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ കവർ കയ്യിലിട്ടിട്ടാണ് നമ്മളിവിടെ ചെയ്യുമ്പോൾ. അതിനെല്ലാം ഉപരി നമ്മളൊരു സ്ഥലം കണ്ടെത്തുക. കാരണം പിള്ളേരൊക്കെ വരാതെ നമ്മൾ ശ്രമിക്കുക. പിന്നെ അലർജി സംഭവങ്ങളൊക്കെ ഉള്ളവർ മാസ്ക് ഇടുക. ഇതൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അത് ചെയ്യുക. പിന്നെ നമ്മളൊരു ചെറിയ ബേസൺ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസൺ ആണെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് പൊട്ടിച്ചിട്ടിട്ടാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യാൻ സാധിക്കും. ശാലം കൂടെ വലുപ്പമുള്ള ഒരു ബേസൺ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ 2 പ്രോസസ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ബാക്കിയെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് പൊടി റെഡിയാണ്. കൂടിപ്പോയാൽ നമുക്ക് 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് 1 മണിക്കൂർ കൂടിപ്പോയാൽ, കാരണം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. ചൂടുള്ളതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് അത്രയും ഇത് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ നിസ്സാര പൈസയ്ക്ക് സോപ്പ് പൊടി ഉണ്ടാകുമ്പോൾ ഗ്ലൗസ് ഒക്കെ മേടിച്ച് എന്തിനാ വെറുതെ പൈസ കളയുന്നതൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഗ്ലൗസ്. നമ്മൾ പഞ്ചസാര മേടിച്ച കവർ കേട്ടോ. അത് എടുത്തിട്ട് കൈയുടെ കണ്ടോ ഇവിടെ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട്. അപ്പോൾ ഇത് ഊരി പോവില്ല. നമുക്ക് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്തേക്കാവേ. എന്നാണോ പിള്ളേരെ 2 അടുപ്പിച്ചിട്ടില്ല ഞങ്ങൾ. കാരണം കെമിക്കൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് കുട്ടികളോട് വരില്ലെന്ന് പറയണം കേട്ടോ. കുട്ടികൾ മുന്നെടുത്താണ്. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ 1.5 കിലോയുടെ സോഡ ആഷിഷാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ആഷാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സോഡ ആഷ് ഇട്ടു. എന്തോ ജസ്റ്റ് ഇതാക്കി കൊടുക്കും. നമ്മുടെ അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടിയുടെ ആ ഒരു കട്ട പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാതെ. ഇത് നല്ലപോലെ കട്ടയാകും. നമ്മുടെ കൈ കൊണ്ട് തിരുമുന്നതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇത് മാറുന്നത്. നമുക്ക് ആദ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്ലറി കണ്ടോ. ഇതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഡ മറ്റേ നമ്മുടെ എന്നതായിരുന്നു ഇതിൻ്റെ ആ ഒരു സോപ്പ് പൊടിയുടെ ആ ഒരു പ്രസൻസ്, അതായത് നല്ല ഇതാവുന്നത്. ആ തടിയുടെ ഇതെന്തേട്ടെ നമ്മൾ ഇളക്കാനെടുത്തില്ലേ മോനെ. അപ്പം നമ്മളിപ്പോൾ ഒഴിച്ചതല്ലേ, അതൊന്നും കൂടെ നമുക്കൊന്ന് ഒഴിച്ചത്. ഇത് മുഴുവൻ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട കേട്ടോ. കാരണം നമ്മളൊരു കമ്പും കൊണ്ട് വേണം ഇളക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാണ് നമ്മൾ ഇതിലേക്ക് മറ്റുള്ള സംഭവങ്ങളെല്ലാം ചേർക്കുന്നത്. കണ്ടോ പതഞ്ഞു പോകുന്ന രാസപ്രവർത്തനം നടത്തുന്നുണ്ട്. കണ്ടോ പതഞ്ഞു പോകുന്നുണ്ടോ? കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ രാസപ്രവർത്തനം ഉണ്ടാവും. അതേ പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ 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 അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്യാസ് വരുന്നുണ്ട് കേട്ടോ, ഇതിലേക്കൊരു ഗ്യാസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉപ്പ് കൂട്ടണേ. അതൊരു കവറിനകത്തിട്ട് നമ്മൾ നിലത്തെ വെക്കുന്നെങ്കിൽ ഒരു കവറിനകത്ത് നമുക്കത് ചെയ്യാതെ എന്നാണോ, അല്ലെങ്കിൽ കവറിനകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇതിനകത്തോട്ട് പൊക്കി ഇടേണ്ടതാണ്. നമ്മൾ മുമ്പ് ഇപ്പോൾ സ്ലറി ഇതും കൂടെ നമ്മൾ ചെയ്തില്ലേ, അതിനകത്തേക്ക് നമ്മൾ ഇടേണ്ടതാണ്. അതുകൊണ്ട് അത് ഉപ്പിനകത്തെ കല്ലെല്ലാം നമുക്ക് ഉടച്ച് കളയാം. ഉപ്പിനകത്തെ കല്ലെല്ലാം ഉടച്ച് കളയാതെ. ഓക്കെ, ഇനി നമുക്ക് ആ വെള്ളപ്പൊടിയും കൂടി ഇട്ടേട്ടെ അതിനകത്ത്. നമ്മുടെ ഇതിനകത്ത് കട്ടകളൊക്കെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നല്ലപോലെ നമ്മൾ മിക്സാക്കണം. മിക്സാക്കിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് മിക്സാക്കാവേ. പിന്നെ കുറച്ച് സമയം എടുക്കുവേ. അതുപോലെ തന്നെ നമുക്ക് അത് സ്ലറി ഒഴിക്കുമ്പോൾ അതിന് ഒരു ചൂടുണ്ട്. ആ ചൂട് മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പും സോഡിയം സൾഫേറ്റും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. കണ്ടോ കണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരിക്കുന്ന സോഡ ആശിഷും അതായത് സ്ലറിക്കകത്തും കൂടെ നമ്മൾ ഈ പൊടി നമ്മൾ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പെർഫ്യൂം ഉണ്ടല്ലോ, മാക്സിമം നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തുറന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെർഫ്യൂം ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് പെർഫ്യൂം എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് നല്ലപോലെ മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പം നമ്മുടെ കഠിനാധ്വാനം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് നല്ല പൗഡർ പോലെ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ള പോലത്തെ ഒരു സംഭവമല്ലേ. ഇതിനകത്തേക്ക് ഇനി കളറും കൂടെ വരുമ്പോഴത്തേനും കളറിൻ്റെ ആ സീഡില്ലേ അതും കൂടെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. നമുക്കിനി മറ്റേ ഞാൻ പറഞ്ഞില്ലേ കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ളതെന്ന്, അതും കൂടി ഒന്ന് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാവേ. എന്നെങ്കിൽ കണ്ടോ നല്ല കൊഴുപ്പുള്ള സാധനമാണ്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. അങ്ങനെ നമ്മൾ വിജയകരമായിട്ടുള്ള നമ്മുടെ സോപ്പ് പൊടി നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് ഒക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. സോപ്പ് പൊടി യൂണിറ്റ് ഒക്കെ ഇപ്പം നമ്മുടെ വന്ന കാലത്ത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ അത്. സോപ്പ് പൊടി നിർമ്മാണം, സോപ്പ് ഓയിൽ നിർമ്മാണം, അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭങ്ങളാണ്. നമ്മുടെ കളറ് ഇതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടുകയാണ്. ഇട്ടപ്പോൾ തന്നെ എന്നാ ഭംഗിയല്ലേ ഉണ്ടോ, എന്ത് ഭംഗിയാട്ടോ കിടക്കുന്നത്. വളരെ നല്ല ഭംഗിയാണ്. കണ്ടോ, നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് പൊടിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ പെർഫ്യൂം ഒഴിക്കുകയാണ്. ബാക്കി നമ്മുടെ സോപ്പ് പൊടി ഏകദേശമായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മയവും ഒക്കെ ഉണ്ട്. അത് ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പാത്രത്തിലിട്ട് പതിപ്പിച്ചും കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല സോപ്പ് പൊടിയാണോ നമുക്കത് കാണിച്ചു തരാം. അപ്പം നമുക്ക് പെർഫ്യൂം ഇടാം അല്ലേ ടൈ? പെർഫ്യൂം ഇവിടെ എടുക്കും കേട്ടോ. ഇതാണ് നമ്മുടെ പെർഫ്യൂം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചൊരു സ്ഥലത്ത് വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്
തുറന്ന് സോപ്പ് പൊടി വെക്കരുത്. സോപ്പ് പൊടി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ മണം പോവും. അത് ഒരു കാരണവശാലും നമ്മൾ തുറന്ന് വെക്കരുത്. നമ്മൾ അടച്ച് തന്നെ. ഹായ്, നല്ല മണം, നല്ല മണമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സോപ്പ് പൊടി നല്ല മണമില്ല ചേട്ടായി? നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്, നല്ല പെർഫ്യൂം, നല്ലൊരു സുഗന്ധമാണ് കേട്ടോ. അപ്പം നല്ലപോലെ നമുക്കൊക്കെ തുണി കഴുകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് അടച്ച് സൂക്ഷിക്കുക. സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മണം നിൽക്കുകയുള്ളൂ, ഇല്ലാത്ത പക്ഷം മണം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ഇത് നമുക്ക് ഒരു കവറിലേക്കാക്കി കെട്ടിവെക്കുക. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നടന്നൊരു സംരംഭമാണിത്. അതിൽ നല്ല വിജയം വന്നിരിക്കുന്ന, നല്ല രീതിയിൽ വിജയം വന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇതൊരു സംരംഭമായിട്ട് നടത്തണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. കാരണം ഞാനും സവിത ചേച്ചിയും ഷിനു ചേച്ചിയും കൂടെ ചെയ്തുകൊണ്ടിരുന്നൊരു സംരംഭമായിരുന്നു. സോപ്പ് പൊടിയും സോപ്പ് ഓയിൽ, അതുപോലെ തന്നെ ഫെനോയിൽ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജോലിയിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്യാത്തത്. വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യമാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ഞങ്ങൾ മധു മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പം നിങ്ങളിതെല്ലാം പ്രയോജനത്തിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ സോപ്പ് പൊടി നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ വിൽക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിനുള്ളത് കൊണ്ട് നമ്മൾ വിൽക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു ഈ ട്രേക്കകത്ത് നമ്മൾ സോപ്പ് പൊടി നിറച്ച് വെക്കുകയാണ്. അത് നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പൊക്കെയാണ്, അതിലേക്ക് നമ്മൾ നിറച്ച് വെക്കുകയാണ്. ഇത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ ഇതുപോലെ തൂക്കി നമുക്ക് വിൽക്കാൻ സാധിക്കും. അതിനൊരു ചെറിയ കവർ, ഇതുപോലത്തെ നമ്മൾ സാധാരണ കവറില്ലേ, അങ്ങനെയൊക്കെയുള്ള കവർ മേടിച്ചിട്ട് വെച്ചാൽ മതി. അതെല്ലാം കൊടുത്തതിന് ശേഷവും നമുക്ക് ലാഭം ഉണ്ടാവും കേട്ടോ. ഉണ്ടോ, നമ്മുടെ സോപ്പ് പൊടി നമ്മളൊരു ട്രേക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോപ്പ് പൊടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 കിലോയുടെ ജാറാണ് കേട്ടോ. നമ്മുടെ 5 കിലോയുടെ ജാറ് നിറച്ചുണ്ട്. അതുപോലെ അത് നമുക്ക് ഈ ഒരു കവറിനകത്ത് ഇതൊരു 1/2 കിലോ, 1 കിലോ ആണോ? 1/2 കിലോ അല്ലേ? 1/2 കിലോ മിച്ചവും. അപ്പം ഇതാണ് നമ്മൾ സോപ്പ് പൊടി ഉണ്ടാക്കി ഇതിൻ്റെ വമ്പിച്ച വിജയം കേട്ടോ. അപ്പം അതുപോലെ തന്നെ നിങ്ങളെ ഇതിൻ്റെ പാതയം ഒന്ന് കാണിക്കണമല്ലോ. ഇത് എൻ്റെ കയ്യിൽ അപ്പടി സോപ്പാണ് കണ്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടാണ് കണ്ടോ. ഇപ്പം തന്നെ കാണിക്കാവേ. കണ്ടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സോപ്പ് പൊടി മാത്രം കഴിയപ്പോഴാണ് നോക്കിക്കേ ഇത്രയും പത വന്നത്. അതിന് മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. നമ്മുടെ പെർഫ്യൂം ഇട്ടതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട്. നോക്കിക്കേ കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ സോപ്പ് പൊടി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോപ്പ് പൊടി. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ ചെയ്ത് കണ്ടു കാണുമല്ലോ അല്ലേ? പിന്നെ എന്നെ ഒരുപാട് സഹായിച്ചു, ചേട്ടായും കൂടെ ഇരുന്ന് സഹായിച്ചു. ഞങ്ങളുടെ ഒരുമിച്ച് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ക്യാമറ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടായി ഫ്രണ്ടിലേക്ക് വന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, എൻ്റെയും ചേട്ടായുടെയും ഡ്രസ്സ് നിറച്ച് സോപ്പ് പൊടിയാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തെങ്കിലും തുണി കഴുകണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മാത്രം ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ സോപ്പ് പൊടി ശകലം പോലും പാഴായി പോകുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്ന ഒരു സംരംഭമാണ്. എല്ലാവരും മറക്കാതെ ചെയ്യുക അല്ലേ? എല്ലാവരും ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.